2026 ഏപ്രിൽ 12 തിങ്കളാഴ്ച പ്രഭാതം. പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിൽ മുതലമട, കൊല്ലങ്കോട്, പൊള്ളാച്ചി, പഴനി വഴി ഞാൻ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് രാമനാഥപുരത്തേക്കാണ്. പ്രഭാതസൂര്യൻ്റെ സ്വർണവർണ്ണമണിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. രണ്ടു ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളാണ് കാഴ്ച. ട്രെയിൻ കാലിയാണ്. കേരം തിങ്ങും കേരള നാടിനേക്കാൾ കേരം തിങ്ങും തമിഴ്നാടാണ് ഇപ്പോൾ കാഴ്ച. എന്നാൽ കൃഷിക്കനുയോജ്യമായ ഭൂമിയൊന്നുമല്ലെങ്കിലും പരമാവധി റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തി അവർ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നു. ചൂട് കനത്തപ്പോൾ എത്തിയിരിക്കുന്നത് മധുരയിലാണ്. അവിടെ ഇറങ്ങി അല്പം വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് അടുത്ത ട്രെയിനിലാണ് രാമനാഥപുരം എത്തേണ്ടത്. എന്നാൽ പ്ലാനൊന്നു മാറ്റി നേരെ രാമേശ്വരത്തേക്ക് പുറപ്പെട്ടു. ഈ കാണുന്ന പാമ്പൻ പാലത്തിൻ്റെ മുകളിലൂടെയാണ്. ഏറെ നേരത്തെ യാത്രയാണ്. അതിനാൽ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു തണുത്ത കാറ്റ് വണ്ടിയുടെ അകത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ ഏകദേശം 4:30 സമയമാണ്. ട്രെയിൻ കാലിയായി. പഴയ പാമ്പൻ പാലവും പുതിയ പാലവും എല്ലാം കാഴ്ചയിൽ. ഞങ്ങൾ പാമ്പൻ സ്റ്റോപ്പിലാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നും അബ്ദുൽ കലാം മ്യൂസിയത്തിലേക്കും അവിടെ നിന്നും ആബിൽ മക്ബറ അതുപോലെയുള്ള കാഴ്ചകളിലേക്കുമെല്ലാം പോയി 8 മണിക്കുള്ള ട്രെയിനിൽ തിരിച്ച് രാമനാഥപുരത്തേക്ക് പോയി അവിടെ നിന്ന് ഏർവാടിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പാമ്പൻ പാലത്തിനടിയിലുള്ള പുരാതനമായ ഒരു പള്ളിയാണ്. ഇതിൻ്റെ മിനാരം വഴിയിലൂടെ പോകുമ്പോൾ തന്നെ വലുതായി കാണാൻ കഴിയും. അങ്ങനെ രാമേശ്വരത്ത് നിന്ന് രാത്രി 8 മണിക്കുള്ള ട്രെയിനിൽ ഇപ്പോൾ രാമനാഥപുരം ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇത് പുതിയ ബസ് സ്റ്റാൻഡാണ്. 11:30 റൂമിലെത്തി കുളിച്ച് വൃത്തിയായി മക്കാമിലേക്ക് പോയി സിയാറത്തെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഏർവാടിയിൽ നിന്നും അടുത്തത് കീഴക്കര പോയി അവിടെ നിന്നും തിരിച്ച് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ റൂമിന്